മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. PSC പരീക്ഷാ ക്രമക്കേട് അന്വേഷണം വ്യാപിപ്പിക്കാനൊരുങ്ങി പ്രത്യേക അന്വേഷണ സംഘം. PSCയിലെ ഉന്നത ഉദ്യോഗസ്ഥരെ ഉടൻ ചോദ്യം ചെയ്യും. പരീക്ഷാ വിഭാഗത്തിലെ കമ്പ്യൂട്ടറുകളും പിടിച്ചെടുക്കും. അന്വേഷണ സംഘം വിപുലീകരിക്കാനും തീരുമാനമുണ്ട്. ഇതുവരെ 90-ലേറെ പരാതികളാണ് SITക്ക് ലഭിച്ചത്. ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. PSC അന്വേഷണം വ്യാപിപ്പിക്കാനൊരുങ്ങുകയാണോ പ്രത്യേക അന്വേഷണ സംഘം? ഇതിൽ കൈക്കൂലി അടക്കം ഉണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ആസൂത്രണ ബോർഡ് ചീഫിന്റെ വളരെ പ്രധാനപ്പെട്ട പോസ്റ്റിലേക്ക് നടത്തിയ പരീക്ഷയിൽ 58 ചോദ്യങ്ങൾ മൂല്യനിർണ്ണയം നടത്താതെ പോയി. ഈ വിഷയത്തിലടക്കം ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ചത് കേവലം സാങ്കേതികമായ വീഴ്ചയല്ല, പകരം ബോധപൂർവമായ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണോ ക്രൈംബ്രാഞ്ചിന്റെ അനുമാനം? അന്വേഷണം താഴെത്തട്ടിലേക്കും മുകൾ തട്ടിലേക്കും ഒക്കെ വ്യാപിക്കുമോ? അരുൺകുമാർ, PSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉന്നത തലങ്ങളിലേക്ക് നീങ്ങുകയാണ്. അന്വേഷണം വ്യാപിപ്പിക്കാൻ തന്നെയാണ് SITയുടെ തീരുമാനം. നിലവിൽ 90 പരാതികളാണ് വിവിധ പരീക്ഷകളിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട SIT സംഘത്തിന് ലഭിച്ചത്. ആ പരാതികൾ വേർതിരിച്ച് പ്രത്യേകം അന്വേഷിക്കാനുള്ള തീരുമാനമെടുത്തു കഴിഞ്ഞു. അതിൽ ആസൂത്രണ ബോർഡ് ചീഫ് പരീക്ഷയിലെ ക്രമക്കേടിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. ആ കേസുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ സമഗ്രമായ അന്വേഷണത്തിന് SIT തയ്യാറെടുക്കുന്നത്. പരീക്ഷാ വിഭാഗത്തിലെ കമ്പ്യൂട്ടറുകൾ പിടിച്ചെടുക്കും. അവിടെയുള്ള ഹാർഡ് ഡിസ്കുകളടക്കം വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് തീരുമാനം. സമാനമായി PSCയിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഫോൺ കോൾ വിശദാംശങ്ങൾ കൂടി അന്വേഷണ സംഘം ശേഖരിക്കുന്നുണ്ട്. ഇതൊക്കെ കൂടുതൽ ഉന്നതരിലേക്ക് അന്വേഷണം എത്തും എന്നതിൻ്റെ സൂചന കൂടിയാണ്. കൃത്യമായ ഗൂഢാലോചന ഈ PSC പരീക്ഷാ ക്രമക്കേടിൽ നടന്നുവെന്ന സ്ഥിരീകരണത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ പങ്കാളിത്തം കൂടി വ്യക്തമായ സാഹചര്യത്തിലാണ് FIR രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഇനി മറ്റു പരീക്ഷകളിലെ FIR കൂടി വൈകാതെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അന്വേഷണ സംഘം വൈകാതെ തന്നെ പുനഃസംഘടിപ്പിക്കുക. അന്വേഷണ സംഘത്തിലെ കൂടുതൽ ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്തും. SI CI റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരെയാണ് അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തി അന്വേഷണ സംഘം വിപുലീകരിക്കാനുള്ള തീരുമാനമെടുത്തത്. കാരണം പരാതികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ആ പരാതികൾ വിശദമായി പരിശോധിച്ച് വെവ്വേറെ സംഘമായി തിരിച്ചുകൊണ്ടായിരിക്കും അവർ അന്വേഷണ ചുമതല ഏറ്റെടുക്കുക. അങ്ങനെ ഒരു സമഗ്രമായ അന്വേഷണം തന്നെയാണ് PSC പരീക്ഷാ ക്രമക്കേടുമായി നടത്താൻ അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിൽ അഴിമതി നടന്നുവെന്ന കണ്ടെത്തലാണ് പ്രാഥമിക അന്വേഷണത്തിലുള്ളത്. കാരണം PSC പരീക്ഷയിൽ ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്ത ആസൂത്രണ ബോർഡ് ചീഫ് തസ്തിക, ആ പരീക്ഷയിൽ മനഃപൂർവ്വം ചില തിരിമറികൾ, അട്ടിമറികൾ നടന്നുവെന്ന സ്ഥിരീകരണം അത് FIRൽ തന്നെയുണ്ട്. അതിൽ നേട്ടമുണ്ടാക്കിയ ഉദ്യോഗസ്ഥന്മാർ എന്ന് FIRൽ പറയുന്നുണ്ട്. അവിടെ നമുക്ക് ഇനി കൂടുതൽ ഊർജിതമായ അന്വേഷണമായിരിക്കും പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുണ്ടാവുക. ഏതായാലും ഇതിൽ പ്രതിഷേധം ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. ഇന്ന് യൂത്ത് കോൺഗ്രസ് PSC ആസ്ഥാനത്ത് മുന്നിൽ കുത്തിയിരുന്നുള്ള സമരം നടത്തുന്നുണ്ട്. PSC ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ടാണ് സമരം നടത്തുന്നത്. നേരത്തെ പല സംഘടനകളും സമാനമായ പ്രതിഷേധം PSC ആസ്ഥാനത്ത് സംഘടിപ്പിച്ചിരുന്നു. താങ്ക് യു. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പണ്ടാരോ പറഞ്ഞതുപോലെ കണ്ടതല്ല കാണാത്തതും അപ്പുറം ചിലതുണ്ട് എന്നുള്ളതാണ്, കേട്ടതല്ല കേട്ടതിനും അപ്പുറം ചിലതുണ്ട് എന്നുള്ളതാണ് PSC പരീക്ഷയുടെ ക്രമക്കേടുകളുമായി നമുക്കും പറയാനുള്ളത്. ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഇനി ആരിലേക്കൊക്കെ ചെന്ന് കയറും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.